മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2025 ജനുവരി 30 വ്യാഴം. വിദ്യാർത്ഥി നേതാവായ ഷർജീൽ ഇമാം ജയിലിൽ അടക്കപ്പെട്ടിട്ട് 5 വർഷം തികയുകയാണ്. നീതിന്യായ വ്യവസ്ഥയുടെ നിസ്സഹായതയുടെ പ്രതീകമാണ് ഷർജീൽ ഇമാമിന്റെ അറസ്റ്റും ജയിൽവാസവും എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഷർജീൽ ഇമാമിന്റെ 5 തടവറ വർഷങ്ങൾ. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയും ബുദ്ധിജീവിയും ആക്ടിവിസ്റ്റുമായ ബീഹാറുകാരൻ ഷർജീൽ ഇമാം ജയിലിലടക്കപ്പെട്ടിട്ട് 5 വർഷം പിന്നിട്ടിരിക്കുന്നു. 2020 പൗരത്വ നിയമവിരുദ്ധ പ്രതിഷേധങ്ങളിലെ സജീവ പങ്കാളിത്തമാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും നിലപാടിൻ്റെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നിസ്സഹായതയുടെയും പ്രതീകമാണ് ഇമാമിൻ്റെ അറസ്റ്റും ജയിൽവാസവും. പ്രധാനമായും 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളാണ് ഈ യുവാവിനെതിരെ ആരോപിക്കപ്പെട്ടത്. ഡൽഹിക്ക് പുറമെ അസം, ഉത്തർപ്രദേശ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്. ഒരു ഭരണകൂടം ഒരാളെ ജയിലിന് പുറത്തു കടക്കാൻ അനുവദിക്കരുത് എന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് മറികടക്കുക അതീവ ദുഷ്കരമാണ് എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ വർത്തമാനമുഖം. തടവിൽ 4 വർഷം പിന്നിട്ടപ്പോൾ, അഥവാ ആരോപിക്കപ്പെട്ട കുറ്റത്തിൻ്റെ പരമാവധി ശിക്ഷയായ 7 വർഷത്തെ തടവിൻ്റെ പകുതിയിലധികം അനുഭവിച്ച ഒരാൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നൽകാമെന്ന തത്വം പരിഗണിച്ച് ഷർജീലിന് 2024 മെയ് 29 ജാമ്യം അനുവദിച്ചിരുന്നു. എങ്കിലെന്ത്, ഡൽഹിയിൽ തന്നെ ഫയൽ ചെയ്യപ്പെട്ട മറ്റു കേസുകളിൽ അറസ്റ്റ് നിലനിൽക്കുന്നതിനാൽ ജയിലിനുള്ളിൽ തന്നെ തുടരാനാണ് വിധി. ഭരണകൂടങ്ങൾക്കും ഹിന്ദുത്വ രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്കുമെതിരെ സംസാരിക്കുന്നവർക്കുള്ള ഇടം ജയിലാണ് എന്ന മുന്നറിയിപ്പ് നൽകാനാണ് ഹിന്ദുത്വയുടെ രാഷ്ട്രീയ സംവിധാനം എല്ലായിടത്തും ജാഗ്രതയോടെ നടപടികളെടുക്കുന്നത്. അതിലൊരു വശത്ത് കേന്ദ്ര ഭരണകൂടമാണെങ്കിൽ മറുവശത്ത് ചെറുപതിപ്പുകളായ സംസ്ഥാന സർക്കാരുകളാണ്. ഡൽഹി ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഇതുവരെ ഷർജീലിനെ ചാർജ് ചെയ്ത കുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. മിക്കപ്പോഴും രാഷ്ട്രീയ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്യുന്നവർക്ക് അറസ്റ്റും കേസും തന്നെ ശിക്ഷയായി മാറുന്ന ഇന്ത്യൻ വ്യവസ്ഥ ഇവിടെയും നടപ്പിലാകുന്നുവെന്നു മാത്രം. മഹാരാഷ്ട്രയിലെ ഭീമ കൊറേഗാവ് കേസിലെ ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളുമായ വരവര റാവു, ഗൗതം നൗലാഖ, റോണ വിൽസൺ, പ്രൊഫസർ ഹാനി ബാബു, അന്തരിച്ച സ്റ്റാൻ സ്വാമി തുടങ്ങിയവരുടെ കാര്യത്തിലെന്ന പോലെ വിമർശകരെ നിശബ്ദരാക്കുക എന്നത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം. ചെറുപ്പം മുതലേ അസാധാരണ പ്രതിഭയുടെ ലക്ഷണങ്ങൾ കാണിച്ച ഷർജീൽ ബോംബെ IITയിലെ BTechന് ശേഷം ഉയർന്ന ശമ്പളമുള്ള ജോലികൾ ലഭിച്ചുവെങ്കിലും അവയിലൊന്നും ആകൃഷ്ടനാവാതെ ഇന്ത്യയിൽ തന്നെ ജോലി സ്വീകരിക്കുകയും തുടർന്ന് എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ച് JNUവിൽ മാനവിക വിഷയത്തിൽ ഗവേഷണ പഠനത്തിന് ചേരുകയും ചെയ്തു. അതിനിടയിലാണ് പൊതുജന പ്രക്ഷോഭമായി മാറിയ പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തിൻ്റെയും അതിനായുള്ള ഷാഹീൻ ബാഗ് ഇരിപ്പു സമരത്തിൻ്റെയും മുൻനിരയിലെത്തുന്നത്. UAPAയ്ക്ക് പുറമെ ജനങ്ങളെ ഇളക്കിവിടുന്ന വിധത്തിൽ പ്രസംഗിച്ചു, രാജ്യദ്രോഹം തുടങ്ങി ഗുരുതര വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രസംഗം പരിശോധിച്ച നിഷ്പക്ഷരാരും അത്തരം നടപടികൾക്ക് അർഹമായ കുറ്റങ്ങളായി അതിനെ ഒന്നും ഗണിക്കുന്നില്ല. മിക്ക പൗരാവകാശ വേദികളും ജനാധിപത്യ വക്താക്കളും ശക്തമായി അറസ്റ്റിനെതിരെ രംഗത്തു വന്നതും അതുകൊണ്ടാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ മുതൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു വരെയും JNU, ഡൽഹി, അലിഗഡ്, ജാമ്യ മില്ലിയ സർവകലാശാലകളിലെയും വിവിധ IITകളിലെയും അധ്യാപക, വിദ്യാർത്ഥി, പൂർവ്വ വിദ്യാർത്ഥി വേദികളടക്കം പ്രക്ഷോഭത്തിനിറങ്ങി. ഡൽഹിയിലെ ഷാഹീൻ ബാഗ് സമരം സമാധാനപരമായി നടന്ന പ്രതിഷേധമായിരുന്നു. സമരം മൂലമുണ്ടായ ഗതാഗത തടസ്സം സംബന്ധിച്ച ഹർജികൾ വന്നപ്പോൾ അനുഭാവപൂർവമായ സമീപനമാണ് പരമോന്നത കോടതി പോലും സ്വീകരിച്ചത്. അഭിപ്രായ പ്രതിഷേധ പ്രകടനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഹനിക്കാതെയും ദൈനംദിന ജീവിതവും സഞ്ചാര സ്വാതന്ത്ര്യവും തടയപ്പെടാതെയും നോക്കാൻ കോടതി സമിതിയെ നിയമിച്ചു. അവിടെ തടിച്ചുകൂടിയ സ്ത്രീകളോട് സംസാരിച്ചു പ്രശ്നം പരിഹരിക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ അതിനിടയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ബലത്തിൽ വരികയും സമരപ്പന്തൽ പൊളിച്ചു നീക്കുകയും ചെയ്തു. സമാന്തരമായി പ്രതിഷേധക്കാർക്കു നേരെ BJP പിന്തുണയിൽ വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയും ചെയ്തു.
അതിനിടെ പ്രതിഷേധിക്കുന്നവരെ കേസിൽ കുടുക്കി നിശബ്ദരാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. കലാപമുണ്ടാക്കിയത് ഒരു വിഭാഗവും കേസിലെ കുറ്റാരോപിതർ നിരപരാധികളായ മറുപക്ഷവും എന്നതാണ് പിന്നീട് കണ്ടത്. ഇന്നും അത്തരത്തിലുള്ള കലാപകേസുകൾ തുടരുന്നു. ഡൽഹി ഹൈക്കോടതി നൽകിയ ജാമ്യത്തിന്റെ ഗുണഫലം അനുഭവിക്കാനാവാതെ ഷർജീൽ ഇമാം ഇന്നും അഴികൾക്കുള്ളിൽ പുസ്തകങ്ങൾ വായിച്ചു കഴിയുന്നു. ആ തടവ് 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പൗരജനങ്ങൾക്ക് കാവലും കരുതലും നൽകേണ്ട ഭരണകൂടത്തിനും ഇതെല്ലാം വീഴ്ച പറ്റാതെ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട നിയമപീഠത്തിനും നേരെ ചോദ്യങ്ങൾ ഉയരുകയാണ്. മാധ്യമം പോഡ്കാസ്റ്റ്.